ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. മാർച്ച് മാസം അവസാനത്തോടെ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതം പച്ച പിടിക്കും. വീടും വാഹനവും വാങ്ങുവാൻ സാധിക്കും. പണം കുന്നോളം കുമിഞ്ഞു കൂടുന്നതാണ്. 30 വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്ന ഈ അപൂർവമായ ഭാഗ്യം ചില നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ സമൃദ്ധിയുടെയും ഭാഗ്യത്തിൻ്റെയും ഒരു കാലഘട്ടമാണ് സമ്മാനിക്കുന്നത്. ഇനി പറയുന്ന നക്ഷത്ര ജാതകർക്ക് വളരെയധികം ഭാഗ്യം വന്നു ചേരും. ഇത് ജോലി, വിദ്യാഭ്യാസം മുതൽ സാമൂഹിക നില, സാമ്പത്തികമായ വളർച്ച വരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളിൽ സ്വാധീനിക്കുന്നതാണ്. മന്ദൻ എന്ന പേരിൻ്റെ ആദ്യ അക്ഷരമായ മ ഉപയോഗിച്ചാണ് ശനിയെ ഗ്രഹനിലയിൽ അടയാളപ്പെടുത്തുന്നത്. മന്ദൻ എന്ന് പറഞ്ഞാലും ശനി എന്ന് പറഞ്ഞാലും അർത്ഥം പതുക്കെ നടക്കുന്നവൻ, അതായത് പതുക്കെ സഞ്ചരിക്കുന്നവൻ എന്നാണ്. രണ്ടും ഒരു ഗ്രഹത്തിൻ്റെ ഇരു പേരുകളാണെന്ന് മാത്രം. 360 ഡിഗ്രിയായി ചുറ്റപ്പെട്ട് കിടക്കുന്ന രാശിചക്രത്തിൽ 30 ഡിഗ്രി വീതം വരുന്ന 12 രാശികൾ അടങ്ങിയിട്ടുണ്ട്. നവഗ്രഹങ്ങൾ ഈ രാശിചക്രത്തിലൂടെ സഞ്ചരിക്കുകയാണ്. വ്യത്യസ്ത വേഗതയിലാണെന്ന് മാത്രം. ശനി അഥവാ മന്ദൻ ആവുമല്ലോ സ്വാഭാവികമായും ഏറ്റവും മെല്ലെ സഞ്ചരിക്കുന്നതെന്ന് ഈ പേരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ശനി ഇപ്പോൾ സഞ്ചരിക്കുന്നത് കുംഭം രാശിയിലാണ്. ശരാശരി 2.5 വർഷക്കാലം അഥവാ 30 മാസം ശനി ഒരു രാശിയിൽ സഞ്ചരിക്കും. 2023 ആദ്യമാണ് ശനി കുംഭം രാശിയിൽ പ്രവേശിച്ചത്. ഇപ്പോൾ കുംഭം രാശിയിലെ യാത്ര പൂർത്തിയാക്കി മീനം രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. 30 വർഷം വേണ്ടിവരും 12 രാശികൾ അടങ്ങിയ രാശിചക്രം ശനിക്ക് ഒരു വട്ടം ചുറ്റി വരുവാൻ. 12 രാശികൾ ഇൻറ്റു 2.5 വർഷം = 30 വർഷം. ചിലപ്പോൾ ഇതിന് ചെറിയ കുറവുകൾ വരാം. ഇപ്പോൾ ശനി കുംഭം രാശിയിലെ യാത്ര പൂർത്തിയാക്കുകയാണ്. ശനി കുംഭം രാശിയിലെത്തുവാൻ ശരാശരി 27.5 വർഷം വേണ്ടിവരും എന്നതാണ് കണക്ക്. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ 20 വയസ്സുള്ള ഒരാൾക്ക് ശനി കുംഭം രാശിയിൽ വീണ്ടും എത്തുമ്പോൾ 47 വയസ്സ് കഴിയും. 2025 മാർച്ച് 29, അതായത് 1200 മീനം 15 ശനിയാഴ്ച രാത്രി 10:39 ശനി മീനൻ രാശിയിൽ പ്രവേശിക്കുന്നത്. 2027 പകുതി വരെ ശരാശരി 2.5 വർഷക്കാലം ശനി മീനം രാശിയിൽ സഞ്ചരിക്കുന്നതാണ്. ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ രാശി മാറ്റം കൊണ്ടുള്ള ഫലം, അതായത് ഗോചരഫലം അഥവാ ചാരഫലം, വളരെയധികം പ്രാധാന്യമുള്ളതായി കരുതുന്നു. 12 രാശികളിൽ 27 നക്ഷത്രങ്ങളിലായി പിറന്ന ആളുകളെല്ലാം ഗ്രഹങ്ങളുടെ രാശി മാറ്റം പലതരത്തിൽ ഗുണമായും ദോഷമായും സമ്മിശ്രമായും ബാധിക്കുന്നതാണ്. അവയിൽ ഏറ്റവും പ്രധാനം ശനിയുടെ രാശി മാറ്റം അതുകൊണ്ടുള്ള ഫലങ്ങളാണ്. 2025 മാർച്ച് 29 രാത്രി മുതൽ 2.5 വർഷക്കാലം മീനം രാശിയിൽ സഞ്ചരിക്കുന്ന ശനി നമ്മൾ മനുഷ്യരുടെ ജീവിതത്തെ എപ്രകാരമാണ് സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. ജന്മരാശിയുടെ അഥവാ ജനിച്ച കൂറിൻ്റെ 12ാം രാശിയിൽ ശനി പ്രവേശിക്കുമ്പോഴാണ് 7.5 ശനിക്കാലം തുടങ്ങുക. അശ്വതി നക്ഷത്രം മേടരാശിയിൽ പെടുന്നു. അതിനാൽ തന്നെ മീനം രാശി 12ാം രാശിയാണ്. മീനം, മേടം, ഇടവം എന്നീ രാശികളിൽ ഓരോ രാശിയിലും ക്രമത്തിൽ 2.5 വർഷം വീതം ശനി സഞ്ചരിക്കുന്ന 7.5 വർഷത്തിനാണ് ഇപ്പോൾ തുടക്കമാകുന്നത്. 12ാം രാശിയിൽ ശനി സഞ്ചരിക്കുമ്പോൾ ജന്മനാട്ടിൽ നിന്നും അകലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. ഇതിന് തൊഴിൽപരമായ കാരണമോ മറ്റു കാരണമോ ആയിത്തീരാം. വലിയ മുതൽ മുടക്കിയുള്ള കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ ലാഭം കിട്ടുവാൻ വളരെയധികം കാലതാമസം ഉണ്ടാകുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങുന്നത് ഉചിതമാകും. 12ലെ ശനി വ്യയം സൃഷ്ടിക്കുന്നതാണ്. ആ ചെലവ് നല്ല കാര്യങ്ങൾക്കായി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. ജീവിതശൈലി രോഗങ്ങൾ വരുവാൻ ഇടയുള്ള കാലമാണ്. ബന്ധങ്ങളുടെ ദാർഢ്യം നിലനിർത്തുക എന്നതും വളരെയധികം ക്ലേശകരമാകും. ക്ഷമയാണ്, സഹനമാണ് ഏറ്റവും നല്ല പ്രതിരോധം. ചടുലതയുള്ള പ്രവർത്തന ശൈലി 7.5 ശനിയിൽ പതിഞ്ഞ താളത്തിലായി മാറുന്നതാണ്. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. മേടരാശിയിൽ വരുന്ന നക്ഷത്രമായ ഭരണിയിൽ ജനിച്ച ആളുകൾക്ക് 2025 മാർച്ച് 29
രാത്രി ശനി മീനം രാശിയിൽ പ്രവേശിക്കുന്നതോടെ ഏഴര ശനിക്കാലം തുടങ്ങുന്നു. ശരാശരി 30 വയസ്സിൽ താഴെ ഉള്ളവർക്ക് ഇത് ആദ്യത്തെയും 60 വയസ്സിൽ താഴെ ഉള്ളവർക്ക് ഇത് രണ്ടാമത്തെയും അതിനുമേൽ പ്രായം ചെന്നവർക്ക് മൂന്നാമത്തെയും ഏഴര ശനിക്കാലമായിരിക്കും. 12ാം രാശിയിൽ പ്രവേശിച്ച ശനി ഏതാണ്ട് 2.5 വർഷം ആ നില തുടരുന്നതാണ്. എവിടെയാണോ ജീവിതം കരുപിടിപ്പിച്ചിരിക്കുന്നത് അവിടെ നിന്നും സ്ഥിരമായോ താൽക്കാലികമായോ മാറി നിൽക്കേണ്ടി വരുന്നതാണ്. പണം നിക്ഷേപിക്കുന്നത് വളരെയധികം കരുതലോടെ അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കുവാൻ ഇടയുള്ള കാലമാണ്. ബന്ധങ്ങളുടെ സ്നേഹോന്മേഷതയ്ക്ക് ഭംഗം വരുന്നതാണ്. പാദത്തെ സംബന്ധിച്ച രോഗങ്ങൾ, വാദം, പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങൾ, കടബാധകൾ ഇവ സാധ്യതകളാണ്. നിങ്ങൾക്കൊപ്പമുള്ള മാനസിക നിലവാരം ഇല്ലാത്ത ആളുകളുമായി കൂട്ടുകൂടി അമളി സംഭവിക്കുവാൻ ഇടയുണ്ട്. അലച്ചിൽ വളരെയധികം കൂടുന്നതാണ്. ഗൃഹനിർമ്മാണം ഏഴര ശനിയിൽ വളരെയധികം ഉചിതമാണ്. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. മേടരാശിയിലെ കാർത്തിക നക്ഷത്രക്കാർക്ക് ഇപ്പോഴത്തെ ശനിമാറ്റം മൂലം ഏഴര ശനിക്കാലം തുടങ്ങുകയാണ്. ഇടവക്കൂറിലെ കാർത്തിക നാളുകാർക്ക് ശനി മാറ്റം 11ാം രാശിയിൽ ആകുകയാൽ അത്യന്തം ഗുണകരമാകുന്നത് മേടരാശിയിൽ ജനിച്ചവർക്കാണ്. പഠനം, ജോലി ഇവയ്ക്കായി അന്യദേശത്ത് അതുമല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുവാൻ സാധിക്കും. നാട്ടിൽ സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അനുകൂലമല്ലാത്ത ഷിഫ്റ്റ്, പ്രമോഷൻ കിട്ടാതിരിക്കൽ, വേതന വർധനവ് എന്നിവ ഉണ്ടാകും. തൊഴിൽ സംബന്ധമായി വളരെയധികം അലച്ചിലേറുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകും. സ്വന്തം ബിസിനസ്സിനോട് താല്പര്യം കുറയുന്നതാണ്. ഇടവ രാശിയിലെ കാർത്തിക നാളുകാർക്ക് ആദായ മാർഗം വിപുലീകരിക്കുവാൻ കഴിയുന്ന കാലമാണ്. നിങ്ങളുടെ പദവി വളരെയധികം ഉയരും. സാമൂഹികമായുള്ള അംഗീകാരം വർദ്ധിക്കുന്നതാണ്. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം വളരെയധികം ഉന്നതിയിലെത്തും. അവിവാഹിതരായ ആളുകൾക്ക് വിവാഹ സാഫല്യം പ്രതീക്ഷിക്കാം. കൂടുതൽ പ്രതിഫലമുള്ള ജോലിയിൽ പ്രവേശിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നതാണ്. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. ശനി മാറ്റം 11ാം രാശിയിലേക്കാണ്. തിരസ്കരിക്കപ്പെട്ട ഇടങ്ങളിൽ മികച്ച സ്വീകാര്യത ലഭിക്കും. സമുന്നതമായ പദവികൾ നിങ്ങൾക്ക് അനായാസം കൈവരുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പ്രശസ്തമാംവിധം പഠനത്തിൽ മുന്നേറുവാൻ സാധിക്കുന്നതാണ്. തൊഴിൽ രഹിതർക്ക് നിങ്ങളുടെ കഴിവിലധികമായ ജോലി ലഭിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് ഉയർച്ചയുടെ കാലഘട്ടമാണ്. മത്സരങ്ങളിലും തിരഞ്ഞെടുപ്പുകളിലും അസൂയാവഹമായ വിജയം നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും. അവിവാഹിതരായ ആളുകൾക്ക് കുടുംബജീവിതത്തിൽ പ്രവേശിക്കുവാനുള്ള സന്ദർഭം ഒത്തുവരുന്നതാണ്. പൈതൃക സ്വത്തുക്കളിൽ നടക്കുന്ന വ്യവഹാരം അനുകൂലമായ വിധിയിൽ പര്യവസാനിക്കും. രോഗത്താൽ വളരെയധികം ക്ലേശിച്ചിരുന്ന ആളുകൾക്ക് ചികിത്സാ മാറ്റം വഴി ആശ്വാസം ഭവിക്കുന്നതാണ്. ഗൃഹനിർമ്മാണം പൂർത്തിയായി കയറി താമസിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കടബാധകളൊട്ടാകെ പരിഹരിക്കുവാനും ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കഴിയുന്നതാണ്. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. ഇടവ രാശിക്കാരായ മകയിരം നാളുകാർക്ക് ജീവിതം പുഷ്ടിപ്പെടുന്ന കാലമാണ്. ശനി മാറ്റം 11ാം ഭാവത്തിലേക്കാകിയാൽ കർമ്മഗുണം വളരെയധികം വർദ്ധിക്കുന്നതാണ്. ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഉയർന്ന പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് പദവിയിൽ കയറ്റം, വേതന വർധനവ് എന്നിവ കൈവരുന്നതാണ്. മത്സരാധിഷ്ഠിതമായ കരാറുകളിൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. പ്രണയ സാഫല്യം ഉണ്ടാകുന്നതാണ്. ദാമ്പത്യത്തിൽ വളരെയധികം സംതൃപ്തി വന്നു ചേരും. കുട്ടികൾക്ക് ശ്രേയസ് ഭവിക്കുന്നതാണ്. പൊതുവെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടും. മിഥുന രാശിക്കാർക്ക് 10ാം ഭാവത്തിൽ ശനി വരികയാൽ കണ്ടകശനി തുടങ്ങുകയാണ്. മുഖ്യമായി കർമ്മരംഗത്തെ നിങ്ങൾക്ക് ബാധിക്കും. തൊഴിലിടത്തിൽ സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുവാൻ ഇടയുണ്ട്. നിലവിലെ തൊഴിൽ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ തൊഴിൽ തേടുന്നത് യാതൊരു രീതിയിലും നിങ്ങൾക്ക് ഗുണകരമാകില്ല. വിദേശത്തെ ജോലി ലഭിക്കാം. വലിയ മുതൽ മുടക്കിയുള്ള ബിസിനസ് നിങ്ങൾ ആരംഭിക്കാതിരിക്കുന്നതാണ് വളരെയധികം ഉത്തമം. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. മീനം രാശിയിൽ മിഥുനക്കൂറിൻ്റെ 10ാം രാശിയിൽ ശനി പ്രവേശിക്കുമ്പോൾ തിരുവാതിര നക്ഷത്ര ജാതകർക്ക് കണ്ടക ശനിക്കാലം ആരംഭിക്കുകയാണ്. ചെറുതും വലുതുമായ തൊഴിലുകൾ, സ്വയം സംരംഭങ്ങൾ എന്നിവയെല്ലാം ഏതെങ്കിലും തരത്തിൽ ബാധിക്കപ്പെടാം. സർക്കാർ കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരുവാൻ ഇടയുണ്ട്. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് തൊഴിലിടത്തിൽ സുഗമത വളരെയധികം കുറയുന്നതാണ്. നിലവിലെ സ്ഥിതി അതുപോലെ തന്നെ തുടരുകയാകും നിങ്ങൾക്ക് അഭികാമ്യം. നവീകരണങ്ങൾ കൊണ്ട് പ്രതീക്ഷിച്ച നേട്ടം വന്നേക്കില്ല. രാഷ്ട്രീയ പ്രവർത്തകർ എതിർപ്പുകളെ നേരിടേണ്ടി വരും. 4ാം ഭാവത്തിൽ ശനി ദൃഷ്ടി വരികയാൽ ഗാർഹികമായി സ്വൈര്യക്കേടുകൾ തലപൊക്കുന്നതാണ്.
നല്ലതാണ്. വാഹനയാത്രയിൽ വളരെയധികം ശ്രദ്ധയുണ്ടാകണം. ബന്ധുക്കളുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ വാക്കും കർമ്മവും സംശുദ്ധമായിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കുന്നത് ഗുണകരമാകും. ഇടയ്ക്കിടെ മനസ്സിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് ചാഞ്ചല്യം വരുവാനും ഇടയുണ്ട്. അടുത്തത് പുണർദം നക്ഷത്രക്കാരാണ്. പുണർദം നക്ഷത്രം മിഥുനം കർക്കിടകം രാശികളിലായി വരുന്നു. മിഥുന രാശിക്കാർക്ക് ശനി 10ാം ഇടത്തിൽ വരികയാൽ കണ്ടക ശനിക്കാലം തുടങ്ങുകയാണ്. 10ാം ഇടം തൊഴിലിടമാകിയാൽ തത്സംബന്ധമായ പ്രശ്നങ്ങൾ ഒരു ബാധ്യതയായി മാറും. അനുകൂലമല്ലാത്ത ഇടത്തിലേക്ക് സ്ഥലം മാറ്റം ഭവിക്കുന്നതാണ്. സഹപ്രവർത്തകരുമായോ മേലധികാരിയുമായോ ഒത്തുപോകുവാൻ കഴിഞ്ഞില്ലെന്ന് വരും. ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് വ്യാപാര മാന്ദ്യം അനുഭവിക്കേണ്ടി വരുന്നതാണ്. കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തുവാൻ കഴിയാതെ വളരെയധികം വിഷമിക്കുന്നതാണ്. കർക്കിടക രാശിയിലെ പുണർദം നാളുകാർക്ക് ശനി 8ാം ഇടത്തിൽ നിന്നും 9ാം ഇടത്തിലേക്ക് പകരുന്നു. ഭാഗ്യഭ്രംശത്തിന് ശനി കാരണമാകുന്നതാണ്. ചുണ്ടിനും കപ്പിനുമിടയിൽ നേട്ടങ്ങൾ കൈവിട്ട് പോകുന്നതാണ്. പിതാവ്, ഗുരുജനങ്ങൾ, പേരക്കുട്ടികൾ എന്നിവർക്ക് 9ലെ ശനി ഒരു രീതിയിലും ഗുണകരമാകില്ല. ഈശ്വര ഉപാസനകളെല്ലാം തടസ്സപ്പെടുവാനും ഇടവരുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. അഷ്ടമ ശനിയായിരുന്നു കഴിഞ്ഞ 2.5 വർഷത്തോളമായി നടപ്പ്. ഇപ്പോൾ ശനി 9ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. ദോഷം ഉണ്ടാക്കുക എന്നതിനേക്കാൾ ഗുണത്തെ അപഹരിക്കുക എന്നതാണ് 9ാം ഇടത്തിലെ ശനിയുടെ പ്രവർത്തന രഹസ്യം. ദൈവാധീനം കുറയുന്നതായി അനുഭവപ്പെടും. ഏകാന്തത അനുഭവപ്പെടാം. കുടുംബ പ്രാരാബ്ദം ഒറ്റയ്ക്ക് ചുമക്കേണ്ടി വരുന്നതാണ്. ധാർമ്മിക പ്രവർത്തനങ്ങൾ മുടങ്ങുവാൻ ഇടയുള്ള കാലമാണ്. ദൈവിക സമർപ്പണങ്ങൾ നീണ്ടുപോകുന്നതാണ്. ചില കടപ്പാടുകൾക്ക് നിർബന്ധപൂർവമായി പ്രത്യുപകാര കർമ്മം ചെയ്യേണ്ടി വരും. സഹായിക്കാമെന്ന് വാക്ക് പറയുന്നവർ പിന്മാറുവാൻ ഇടയുണ്ട്. മംഗളകർമ്മങ്ങൾ അവസാന നിമിഷം മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉദയം ചെയ്യുന്നതാണ്. ഗുരു, പിതാവ്, കുടുംബത്തിലെ പുതിയ തലമുറ എന്നിവരുടെ ആശയങ്ങളോട് കലഹിക്കേണ്ടി വരും. ആധ്യാത്മിക ചര്യയ്ക്ക് മുടക്കം വരുവാനും നിങ്ങൾക്ക് ഇടയുള്ള കാലമാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. അനിഷ്ടവും ആദിവ്യാധികളും കാര്യവിഘ്നവും സൃഷ്ടിക്കുന്ന 8ാം ഭാവത്തിലായിരുന്നു ആയില്യം നാളുകാർക്ക് ഇതുവരെ ശനിയുടെ സഞ്ചാരം. ഇപ്പോൾ മുതൽ 9ാം ഇടത്തിലും 8ാം ഇടത്തിലും കഠിനമായിരിക്കില്ല. എന്തായാലും ശനി 9ൽ സഞ്ചരിക്കുമ്പോഴുള്ള ഫലങ്ങൾ പ്രവർത്തന രംഗത്ത് ശോഭിക്കുവാൻ കൂടുതൽ വിയർപ്പൊഴുക്കേണ്ടി വരുന്ന കാലമാണ്. പിതാവിൻ്റെ സ്വത്ത് അനുഭവത്തിൽ വന്നെത്തുവാൻ തടസ്സങ്ങളുണ്ടാകും. മന്ത്രതന്ത്ര സാധനങ്ങൾ പകുതിയിൽ അവസാനിപ്പിക്കുവാൻ ഇടയുണ്ട്. ഔദ്യോഗികമായി നിലവിലെ പദവിയിൽ തുടരപ്പെടുന്നതാണ്. കുടുംബകാര്യങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തേണ്ടി വരും. വീട്ടുകാരുമായി പിണങ്ങി കഴിഞ്ഞിരുന്നവർക്ക് ഇണക്കത്തിലാകുവാനുള്ള സാഹചര്യം ഉദിക്കുന്നതാണ്. ഉപരിപഠനം പൂർത്തിയാക്കി ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. പുതിയ വീട്, പുതിയ വാഹനം എന്നിവയെല്ലാം നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ സ്വന്തമാകുന്നതാണ്. പാരമ്പര്യമായ തൊഴിലുകൾ മനസ്സിലെ മനസ്സോടെ ചെയ്യേണ്ടി വരുന്ന ഒരു കാലം കൂടി നിങ്ങൾക്ക് ഉദയം ചെയ്യുന്നതാണ്. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി ഇനി 8ലേക്ക് നീങ്ങുന്നു. കണ്ടകശനി എന്ന നിലയിലായിരുന്നു നിങ്ങൾക്കിതുവരെ. ഇനി മുതൽ അഷ്ടമശനി എന്ന സ്ഥിതിയിലും ശനി മാറ്റം. മകം നാളുകാർ വളരെ ഗൗരവത്തോടെ നോക്കി കാണേണ്ട കാര്യം കൂടിയാണ്. കാര്യവിഘ്നം, രോഗക്ലേശങ്ങൾ, ഉറ്റവരുടെ വിയോഗം ഇവ അഷ്ടമ ശനിക്കാലത്ത് സംഭവിച്ചേക്കാം. സാമ്പത്തികമായ ഇടപാടുകളിൽ ഏറ്റവും കരുതൽ വേണ്ട സമയം കൂടിയാണ്. സ്വാഭാവികമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ നിങ്ങൾക്ക് അവസരം കുറഞ്ഞു വരും. മുൻപ് സമൂഹ മധ്യത്തിലുണ്ടായിരുന്ന സ്വാധീനത അഷ്ടമശനിയിൽ കുറയുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. നിങ്ങൾ ജോലി ഉപേക്ഷിക്കുന്നത് പുതിയ ഒരു ജോലി ഉറപ്പിച്ച ശേഷം മാത്രമായിരിക്കണം. പൊതുപ്രവർത്തകർക്ക് ദുരാരോപണങ്ങളെ നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാകും. എളുപ്പത്തിൽ നേടിയിരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ വളരെയധികം പ്രയത്നം വേണ്ടിവരുന്ന കാലം കൂടിയാണ്. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. 7ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നതിനാൽ ഇതുവരെ കണ്ടക ശനിക്കാലമായിരുന്നു നിങ്ങൾക്ക്. ഇനിമേൽ ശനി 8ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അഷ്ടമ ശനിക്കാലമാണ്. 8ാം ഇടം വ്യക്തികളുടെ കഴിവുകളെ തളർത്തുന്ന ഭാവമാണ്. സ്വാശ്രയമായി ജീവിച്ചിരുന്ന ആളുകൾക്ക് പരാശ്രയത്വം ഉണ്ടായേക്കാം.
സമൂഹത്തിൻ്റെ പൊതുചിന്തകളെ തനിക്കും തൻ്റെ ചിന്താധാരകളെയും സമൂഹത്തിനും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരു സ്ഥിതി വന്നുചേരും. ആരോഗ്യപരമായി കൂടുതൽ കരുതലും ജാഗ്രതയും വേണ്ട കാലമാണ്. ജീവിതശൈലീ രോഗങ്ങൾ ബാധിക്കുവാൻ ഇടയുള്ള കാലം കൂടി. സാഹസങ്ങൾക്ക് നിങ്ങൾ ഒരു രീതിയിലും മുതിരരുത്. സാമ്പത്തികമായ സൂക്ഷ്മതയും കൃത്യതയും പുലർത്തുന്നത് വളരെയധികം ഗുണകരമായി ഭവിക്കും. കടബാധ്യതകൾ വന്നു ചേരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ബന്ധുമിത്രാദികളുടെ വിരഹയോഗങ്ങൾ അഷ്ടമശനിയുടെ ദോഷങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. പൊതുസംരംഭങ്ങൾ തുടങ്ങുന്നതിന് എല്ലാ വശവും നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചും ആലോചിച്ചും ചെയ്തിട്ടാവണം. പ്രവാസ ജീവിതത്തിന് സാധ്യതയുള്ള കാലം കൂടിയാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. ചിങ്ങ രാശിക്കാർക്ക് അഷ്ടമ ശനിക്കാലം തുടങ്ങുന്നു. കന്നി രാശിക്കാർക്ക് കണ്ടക ശനിക്കാലവും. അതിനാൽ ജീവിതത്തിൻ്റെ സ്വാഭാവികമായ താളത്തിന് ക്രമം നഷ്ടമാകും. ബന്ധങ്ങളുടെ ദാർഢ്യത്തിൽ വിള്ളൽ വരുവാൻ ഇടയുണ്ട്. ബന്ധുവാര് ശത്രുവാര് എന്ന വിവേകം നഷ്ടപ്പെട്ടേക്കും. തൊഴിൽ തേടുന്ന ആളുകൾക്ക് പൂർണ്ണ തൃപ്തിയുള്ള ജോലി ലഭിക്കണമെന്നില്ല. അകലങ്ങളിലേക്കുള്ള സ്ഥലം മാറ്റം, വീട് വിട്ടു നിൽക്കേണ്ട ഒരു സ്ഥിതി എന്നിവ ഭവിക്കുന്നതാണ്. പ്രതിമാസമുള്ള ആദായത്തിൽ കുറവ് ഭവിക്കുന്നതാണ്. വാഗ്ദാനങ്ങൾ നൽകിയ ആളുകൾ അവ പാലിക്കാത്തതിൽ മാനസികമായി വളരെയധികം നിങ്ങൾക്ക് സമ്മർദ്ദം സൃഷ്ടിക്കുന്നതാണ്. പ്രണയത്തിൽ തടസ്സവും ദാമ്പത്യത്തിൽ അലോസരങ്ങളും ഉദയം ചെയ്യും. കാര്യസാധ്യത്തിന് അലച്ചിൽ വളരെയധികം വർദ്ധിക്കുന്നതാണ്. കൂട്ടുകച്ചവടത്തിൽ അസ്വാരസ്യങ്ങൾ തലപ്പൊക്കും. ക്ഷമയും മൗനവും ആധ്യാത്മിക ചര്യകളുമെല്ലാം ശനിദോഷത്തിന് പ്രതിരോധം ചമയ്ക്കുന്നതാണ്. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. അനുകൂല ഭാവമായിരുന്ന 6-ാം ഇടത്തിൽ നിന്നും പ്രതികൂലമായ 7-ാം ഇടത്തിലേക്ക് ശനി മാറുകയാണ്. ജന്മരാശി 4, 7, 10 എന്നീ ഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന കാലം കണ്ടക ശനിക്കാലമായി വിശേഷിക്കപ്പെടുന്നു. 7-ാം ഭാവത്തിലെ ശനി കൂട്ടുകച്ചവടത്തെ മരവിപ്പിക്കുകയോ ശിഥിലമാക്കുകയോ ചെയ്തേക്കാം. പ്രണയാനുഭവങ്ങൾക്ക് വിരാമ ചിഹ്നം ഇടേണ്ടി വരുന്നതാണ്. ദാമ്പത്യത്തിൽ അസംതൃപ്തി പുകയുകയും പരസ്പര വിശ്വാസം നഷ്ടപ്പെടുവാനും ഇടയുണ്ട്. അവിവാഹിതരുടെ ദാമ്പത്യ സ്വപ്നങ്ങൾ സഫലമാകുവാൻ വളരെയധികം കാലം വേണ്ടിവരും. തടസ്സങ്ങൾ എല്ലാ രീതിയിലും ഭവിച്ചേക്കാം. അന്യദേശം അതുമല്ലെങ്കിൽ വിദേശ യാത്രകൾക്ക് അവസരം നിങ്ങൾക്ക് തെളിയുന്നതാണ്. വഴി നടന്നുള്ള കച്ചവടം എല്ലാ രീതിയിലും നഷ്ടത്തിലേക്ക് കുതിക്കുന്നതാണ്. വ്യാപാര സ്ഥാപനം തുടങ്ങുവാൻ കടം വാങ്ങുന്നത് ഒരു രീതിയിലും അഭിലഷണീയമായ കാര്യമല്ല. ജന്മരാശിയിലേക്ക് ശനി നോക്കുന്നതിനാൽ മനോവിഷാദം, ദേഹക്ഷീണം ഇവയുണ്ടാകുവാനുള്ള സാഹചര്യം രൂപപ്പെടുന്നതാണ്. പലതും സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നു ചേരും. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. കന്നി രാശിക്കാരായ ചിത്തിര നക്ഷത്രക്കാർക്ക് കണ്ടക ശനിക്കാലം ആരംഭിക്കുകയാണ്. 7-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നതിനാൽ പ്രണയവിഘ്നം, പാർട്ട്ണർഷിപ്പുകളിൽ തിരിച്ചടികൾ എന്നിവ ഉണ്ടാകുന്നതാണ്. അന്യനാട്ടിൽ അതുമല്ലെങ്കിൽ വിദേശത്ത് ഉപരിപഠനത്തിനുള്ള അഡ്മിഷൻ ലഭിക്കുന്നതാണ്. വിദേശ തൊഴിലും സാധ്യതയിൽപ്പെടുന്നു. വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടമാകാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. വ്യർത്ഥ യാത്രകൾ ഊർജ്ജ ശോഷണത്തിനും പാഴ്ചെലവുകൾക്കും കാരണമാകും. തുലാ രാശിക്കാരിൽ ജനിച്ച ചിത്തിര നാളുകാർക്ക് ശനി അനുകൂലമായ 6-ാം ഭാവത്തിൽ വരികയാൽ ധാരാളം നേട്ടങ്ങൾ കരഗതമാകുന്ന കാലമാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ചിലതൊക്കെ തിരികെ കിട്ടുവാൻ ഇടയുണ്ട്. ഉദ്യോഗത്തിൽ വ്യക്തമായ ഉയർച്ച കൈവരുന്നതാണ്. വിദ്യാഭ്യാസം ഉയർച്ചയിലേക്ക് കുതിക്കും. ധനസ്ഥിതി രൂപപ്പെടുന്ന കാലം കൂടിയാണ്. ഗാർഹിക രംഗത്ത് മനഃശാന്തി അനുഭവപ്പെടും. പരാശ്രയം അനുഭവിച്ചിരുന്ന ആളുകൾക്ക് സ്വന്തം കാലിൽ നിൽക്കുവാനും കഴിയുന്ന അവസ്ഥ വന്നു ചേരുന്നതാണ്. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. 6-ാം രാശിയിലേക്കാണ് ചോതി നാളുകാർ പ്രവേശിക്കുന്നത്. ശനി നന്മ ചൊരിയുന്ന ഇടമാണ് 6-ാം ഭാവം. നിങ്ങളുടെ ന്യായമായ പ്രതീക്ഷകൾ മിക്കതും പൂവണിയുന്നതാണ്. സ്ഥിരം തൊഴിൽ, സ്ഥിരം വരുമാനം എന്ന സ്വപ്നം സഫലമാകും. വ്യാപാരം തുടങ്ങുവാൻ ആവശ്യമായ സാമ്പത്തിക സഹായം കരഗതമാകുന്ന കാലമാണ്. നിലവിൽ ബിസിനസ് ചെയ്തു പോന്നിരുന്ന ആളുകൾക്കും അഭ്യുദയം വളരെയധികം ഉണ്ടാകും. കുടുംബ പ്രശ്നങ്ങൾ എല്ലാ രീതിയിലും പരിഹരിക്കപ്പെടുന്നതാണ്. വസ്തു തർക്കങ്ങൾക്ക് രമ്യമായ പോംവഴി തെളിയുന്ന കാലം കൂടിയാണ്. ധനക്ലേശത്താൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന നിങ്ങളുടെ വീട് പണി പൂർത്തീകരിക്കുവാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ വാഹനം വാങ്ങുവാൻ സാധിക്കുന്നതാണ്.
നിങ്ങളുടെ ഭാവി ജീവിതത്തിന് പ്രയോജനകരമാകുന്ന നിക്ഷേപങ്ങൾ നടത്തുവാൻ സാധിക്കും. ജീവിതം കണ്ണീര് മാത്രമല്ല, സന്തോഷം കൂടി ചേർന്നതാണെന്ന ആത്മവിശ്വാസം പകരുവാനും ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കുവാനും ശനി മാറ്റം സാഹചര്യം സമ്മാനിക്കുന്നതാണ്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. തുലാം രാശിക്കാരിൽ വരുന്ന വിശാഖം നക്ഷത്രക്കാർക്ക് ശനി ആറാം ഇടത്തിൽ സഞ്ചരിക്കുന്നത് പലതരം ഗുണഫലങ്ങൾ സമ്മാനിക്കുവാനുള്ള കാരണമാകും. സമൂഹത്തിൽ കൂടുതൽ പരിഗണന വരുന്ന കാലമാണ്. ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്ര ചുമതലയുള്ള തസ്തികയിലേക്ക് മാറ്റം ലഭിക്കുന്നതാണ്. വേതന വർധനവ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ കൈവരും. കടബാധ്യതയിൽ നിന്നും മോചനം സാധ്യമാകുന്ന കാലമാണ്. ഒന്നും സമ്പാദിച്ചിട്ടില്ല എന്ന് വിഷമമുള്ള ആളുകൾക്ക് ക്രമേണ നിക്ഷേപങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. പഠനകാര്യത്തിൽ അഭ്യുദയം കൈവന്നേക്കും. ആരോഗ്യപരമായും വളരെയധികം ആശ്വാസമുണ്ടാകുന്ന കാലം കൂടിയാണ്. വൃശ്ചിക രാശിക്കാരായ വിശാഖം നാളുകാർക്ക് കണ്ടകശനി തീരുന്നത് വളരെയധികം ആശ്വാസകരമാണ്. തൊഴിൽ രംഗത്ത് സമ്മർദ്ദം വളരെയധികം കുറയും. മക്കളുടെ പഠനം, തൊഴിൽ മുതലായവയിൽ തടസ്സങ്ങളോ വിളംബമോ വന്നേക്കാം. വേണ്ടാത്ത കാര്യത്തിന് ശാഠ്യം കാട്ടുന്നത് മൂലം അല്പം കൈപ്പിരസം കുടിക്കുവാൻ നിർബന്ധിതരാകുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. നാലാം ഭാവത്തിൽ തുടർന്നു വന്ന കണ്ടകശനി തീരുന്നത് വളരെയധികം ആശ്വാസകരമാകും. അഞ്ചാം ഇടത്തിലെ ശനിയുടെ ഭരണകാലമാണിനി. അധ്വാനം വെറുതെയാകുന്ന കാലമല്ല. ശുഭകരമായ മാറ്റങ്ങൾ വന്നു ചേരും. എന്ത് ചെയ്താലും തൻ്റെ കുറ്റം കണ്ടെത്തുന്ന ആളുകൾ ഇനി മൗനം ഭജിക്കുന്നതാണ്. ധനവരവിലെ തടസ്സങ്ങളെല്ലാം മാറി വളരെയധികം ധനനേട്ടത്തിലേക്കും അഭിവൃദ്ധിയിലേക്കും നിങ്ങൾ കുതിക്കുന്നതാണ്. പുതിയ ജീവനോപാധി മാർഗങ്ങൾ തേടുന്നതിൽ നിങ്ങൾ വിജയിക്കും. വീട്ടിലും പുറത്തും ഉള്ള മുതിർന്നവരുടെ മതിയായ പിന്തുണ എല്ലാ കാര്യങ്ങളെയും ലഭിക്കുന്നതാണ്. ഉപരിപഠനത്തിനു ഉപജീവനത്തിനു ദൂരദേശങ്ങളെ ആശ്രയിക്കേണ്ടതായി വരുന്നതാണ്. സംരംഭങ്ങളെല്ലാം സുഗമമായി നടത്തിക്കൊണ്ടു പോകുന്നതിൽ ചില ക്ലേശങ്ങൾ ഏർപ്പെടുവാനിടയുണ്ട്. ആത്മാർത്ഥമായ പരിശ്രമം ഫലവത്താകുവാൻ ചില തടസ്സങ്ങൾ വന്നു ചേരും. ഉപാസനാദികളുടെ ചിട്ടയും അല്പം തെറ്റുവാനും ഇടവരുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. നാലാമിടമായ മീനം രാശിയിൽ നിന്നും ശനി മാറുകയാണ്. കണ്ടകശനിയുടെ ക്ലേശങ്ങൾക്ക് ഇതോടെ വിരാമം വരുന്ന കാലമാണ്. കർമ്മരംഗത്തെ ആലസ്യങ്ങളെല്ലാം അകന്നു കിട്ടും. മുൻഗണന നിശ്ചയിച്ച് കർമ്മനിരതരാകുവാനും നിങ്ങളുടെ ബന്ധുക്കളുടെ പിന്തുണ മുന്നത്തേതിലും കൂടുതൽ കൈവരുന്നതാണ്. മനസ്സിൻ്റെ വ്രണിത ഭാവങ്ങൾ വിട പറയുന്ന കാലമാണ്. അഞ്ചാം ഭാവത്തിലാണ് 2.5 വർഷക്കാലം ശനിയുടെ സഞ്ചാരം. ചിട്ടി, ഇൻഷുറൻസ്, ലോട്ടറി, നറുക്കെടുപ്പ് ഇവയിൽ നിന്നും ആദായം കൈവരും. പാരമ്പര്യ സ്വത്തുവകകൾ നന്നായി സംരക്ഷിക്കുന്നതാണ്. സ്വർഗശക്തി പ്രകടിപ്പിക്കുവാനുള്ള ധാരാളം അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ്. നിങ്ങളുടെ വ്യത്യസ്തമായുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. കുടുംബത്തിലെ പുതുതലമുറയുമായി ആശയപരമായ അനൈക്യം ഉടലെടുക്കാം. വലിയ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ്. ചെറിയ കാര്യങ്ങളിൽ ശാഠ്യം പിടിക്കുകയും ചെയ്യും. ആദർശവും നിങ്ങളുടെ പ്രായോഗികതയും സമന്വയിപ്പിക്കുന്നതിൽ വിജയം നേടുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. ശനി സഞ്ചരിച്ചിരുന്നത് അനുകൂലമായ 3-ാം ഇടത്തിലായതിനാൽ ഇനി 4-ാം ഇടത്തിലേക്ക് സഞ്ചരിക്കും. 4-ാം ഭാവത്തിലെ ശനി കണ്ടക ശനിയാണ്. അതിനാൽ തന്നെ സുഖസ്ഥാനമാണ് 4-ാം ഇടം. ദേഹം, മനസ്സ് ഇവയെ സംബന്ധിക്കുന്ന അസുഖങ്ങൾക്ക് ലോപം വരാം. വീട് വെക്കുന്നവർ ധനപരമായി ക്ലേശിച്ചാലും കാര്യസാധ്യം ഭവിക്കുന്നതാണ്. ബന്ധുക്കളുടെ ഇടപെടലുകൾ അനിഷ്ടകാരിയാകും. തൊഴിൽ രംഗത്ത് മാറ്റം കൊണ്ടുവരുവാൻ തീവ്രമായി ആഗ്രഹിക്കുമെങ്കിലും പ്രാവർത്തികമാക്കുക എന്നത് ഒരു രീതിയിലും എളുപ്പമാവില്ല. പഴയ വാഹനം വാങ്ങുവാനുള്ള ശ്രമം നീണ്ടേക്കാം. ബന്ധങ്ങളുടെ ദൃഢത നിലനിർത്തുവാൻ വളരെയധികം വിഷമിക്കേണ്ടി വരും. വരുമാനം അസ്ഥിരമായിരിക്കും. വസ്തു സംബന്ധിച്ച ക്രയവിക്രയങ്ങൾ കബളിപ്പിക്കപ്പെടുന്നതാണ്. ഹൃദയം, കരൾ തുടങ്ങിയ അവയവങ്ങൾക്ക് രോഗം വരുവാനുമുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. കണ്ടക ശനി തുടങ്ങുന്നു. സുഗമമായത് പലതും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതാണ്. വാക്കുകളിലും നിലപാടുകളിലും ഉറച്ചു നിൽക്കുവാൻ ക്ലേശിക്കേണ്ടി വരും. ഉദ്യോഗസ്ഥർക്ക് ദൂരദിക്കിലേക്ക് സ്ഥലം മാറ്റം ഭവിക്കാം. സുഹൃത്ത് ബന്ധങ്ങൾ നിലനിർത്തുന്നത് വളരെയധികം ക്ലേശകരമായി ഇനി തീരും. ദേഹസുഖം ഓരോ ദിവസവും ഓരോ മാതിരിയാകും.
പ്രയത്നം വളരെയധികം ഏറുന്ന കാലമാണ്. എന്നാൽ പ്രതിഫലം തക്കതായിരിക്കില്ല. ജന്മദേശത്തിലോ വീടോ വസ്തുവോ വിൽക്കുവാൻ ഇടയുണ്ട്. നിക്ഷേപങ്ങൾ സുരക്ഷിതമായിരിക്കണം. പൊതുപ്രവർത്തകർക്ക് പൂർവ്വ രീതിയിലുള്ള പിന്തുണ ലഭിക്കണമെന്നില്ല. കരാർ പണികൾ നഷ്ടം വരുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഉപരി വിദ്യാഭ്യാസത്തിന് വിദേശത്ത് സീറ്റ് ലഭിക്കുന്നതാണ്. മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ബിസിനസ് രംഗത്ത് ശരാശരി പുരോഗതി ദൃശ്യമാകും. നിലവിലെ തൊഴിൽ ഉപേക്ഷിക്കുന്നതിൽ വളരെയധികം കരുതൽ വേണം. നിങ്ങളുടെ അർഹതയ്ക്കും ആഗ്രഹത്തിനും അനുസരിച്ച് പുതിയത് കിട്ടുക എന്നത് വളരെയധികം ശ്രമകരമായ കാര്യമാണ്. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. ധനുരാശിയിൽ വരുന്ന ഉത്രാടം നക്ഷത്രക്കാർക്ക് കണ്ടകശനി 4-ാം ഭാവത്തിൽ തുടങ്ങുന്നു. ജോലി മാറ്റം, സ്ഥലം മാറ്റം, ഗൃഹമാറ്റം തുടങ്ങിയവ ഭവിക്കുന്നതാണ്. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും നിർവഹിക്കേണ്ടി വരും. സ്വന്തം ആശയങ്ങൾക്കും ആവിഷ്കാരങ്ങൾക്കും ജനപ്രീതി കുറയുന്നതിൽ വളരെയധികം വിഷമമുണ്ടാകുന്നതാണ്. സൈബർ തട്ടിപ്പുകൾ, ഭൂമി ഇടപാടിൽ നഷ്ടം എന്നിവ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മാതാവിന് ക്ലേശ അനുഭവങ്ങൾ ഭവിച്ചേക്കാം. മകരരാശിക്കാർക്ക് ഗുണം കൂടുന്നതാണ്. വ്യാപാരത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. സ്വന്തം തെറ്റുകൾ തിരുത്തുവാൻ കഴിയുന്നതാണ്. എതിർപ്പുകളെ പോലും അനുകൂലമാക്കി മാറ്റുവാൻ കഴിയും. മാനസികമായ പിരിമുറുക്കമില്ലാതെ തന്നെ കർമ്മരംഗത്ത് സക്രിയരാകുന്നതാണ്. നിങ്ങൾക്ക് ഭാവിയിൽ പ്രയോജനം ചെയ്യുന്ന നിക്ഷേപങ്ങളിൽ പണം നിക്ഷേപിക്കുവാൻ കഴിയും. കിടപ്പ് രോഗികൾക്ക് സമാശ്വാസം വന്നുചേരും. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. കഴിഞ്ഞ 7.5 വർഷക്കാലമായി 7.5 ശനി ബാധിതരാണ് നിങ്ങൾ. പ്രസ്തുത ദോഷം ഇപ്പോൾ അവസാനിക്കുന്നു. കൂട്ടിൽ നിന്നും തുറന്നുവിട്ട പക്ഷിയുടെ സ്വാതന്ത്ര്യമാണ് ഇനി നിങ്ങൾ അനുഭവിക്കുവാൻ പോകുന്നത്. 3-ാം ഭാവത്തിലേക്ക് മാറുന്ന ശനി ഏറ്റവും അനുകൂലമാണ്. ജോലിയില്ലാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കും. നിലവിലെ ജോലിയിൽ ഒരു വിധത്തിലുള്ള ഗുണവും കിട്ടാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്കിനി സ്ഥാനക്കയറ്റം, വേതന വർധനവ് എന്നിവ പരിഗണിക്കപ്പെടും. സാമ്പത്തിക ക്ലേശങ്ങൾക്ക് അയവ് ഭവിക്കുന്നതാണ്. സമ്പാദ്യശീലം വളരെയധികം ഉയരും. സംരംഭങ്ങൾ തുടങ്ങുവാനും അവയിൽ വിജയിക്കുവാനും സാധിക്കുന്നതാണ്. ജീവിത നിലവാരം ഉയരുന്ന കാലമാണിനി. സുഖഭോഗങ്ങൾ നുകരുവാനും ആരോഗ്യ പ്രശ്നങ്ങളെ വ്യായാമം, ഔഷധം ഇവയാൽ നിയന്ത്രിക്കുവാനും കഴിയുന്നതാണ്. സമൂഹത്തിൻ്റെ ആദരം എല്ലാ രീതിയിലും നിങ്ങൾക്ക് വന്നുചേരും. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. മകരരാശിക്കാർക്ക് 7.5 ശനിക്കാലം അവസാനിക്കുന്നതിനാൽ ഈ ശനിമാറ്റം വളരെയധികം ഗുണകരമാകും. ലക്ഷ്യത്തിലെത്തുവാൻ കുറഞ്ഞ ദൂരം സഞ്ചരിച്ചാൽ മതിയെന്ന നില വരും. കുടുംബസൗഖ്യം ഭവിക്കും. സാമ്പത്തികമായ സ്ഥിരതയുണ്ടാകും. രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾക്ക് വലിയ തോതിൽ ആശ്വാസം ലഭിക്കുന്നതാണ്. പഠനം പൂർത്തിയാക്കുവാനും അർഹമായ ഉദ്യോഗം കിട്ടുവാനും സാഹചര്യത്തിൻ്റെ അനുകൂലതയുണ്ട്. കടബാധകൾ പരിഹരിക്കുവാൻ കഴിയും. കുംഭരാശിയിൽ വരുന്ന അവിട്ടം നാളുകാർക്ക് ശനി 2-ാം ഭാവത്തിൽ വരുന്നു. 7.5 ശനി 5 വർഷം കഴിഞ്ഞു. ഇനി 2.5 വർഷം ബാക്കിയാണ്. അതിനാൽ തീരുമാനങ്ങളെല്ലാം ആലോചിച്ച് കൈക്കൊള്ളേണ്ട സമയമാണ്. ധനവിഷയവുമായി അസംതൃപ്തിക്ക് സാധ്യതയുണ്ട്. പഠനത്തിൽ പിറകിലാകാം. വലിയ മുതൽ മുടക്കുകൾ ഇപ്പോൾ ഒരു രീതിയിലും ഗുണകരമാകില്ല. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ട കാലമാണ്. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. 7.5 ശനിയിലെ ജന്മശനി മാറുന്നത് അല്പം ആശ്വാസകരമാണ്. ശനി 2-ാം ഭാവത്തിലാണിനി. വാക്കും വിദ്യാഭ്യാസവും കുടുംബജീവിതവും ധനസ്ഥിതിയും 2-ാം ഭാവം കൊണ്ട് വിചിന്തനം ചെയ്യുന്നു. ഈ പറഞ്ഞവയ്ക്ക് തിളക്കം കുറയുവാനുള്ള കാലമാണ്. ഓരോ വാക്കും ശരിക്കും ആലോചിച്ച് പറയണം. എന്തു കേൾക്കണം, എന്തു കേൾക്കണ്ട എന്നതും വളരെയധികം പ്രധാനമാണ്. വിദ്യാർത്ഥികൾക്ക് പഠന വൈകല്യം വരുവാനിടയുണ്ട്. ധനം കരുതലോടെ കൈകാര്യം ചെയ്യണം. വലുതാകട്ടെ ചെറുതാകട്ടെ വരവത്രയും ചെലവായി പോകുന്ന, അതല്ല ചെലവാക്കി പോകുന്ന കാലമാണ്. കഴിവതും സമ്പാദ്യശീലം വളർത്തണം. കുടുംബ പ്രശ്നങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ വന്നുചേരാം. തിടുക്കം ദോഷത്തിനിടവരുത്തും. സമചിത്തതയോടെ അപ്പോഴപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള സന്നദ്ധത നിങ്ങൾ കാട്ടേണ്ടതാണ്. സാഹസ കർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കുന്നതാണ് ഗുണകരം. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്.
കുംഭരാശിക്കാർ ഏഴര ശനിയിലെ അവസാനത്തെ 2.5 വർഷത്തിലേക്ക് കടക്കുന്നു. സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. കടബാധകൾ പരിഹരിക്കുവാനായി കൂടുതൽ കടം വാങ്ങുന്ന പ്രവണതയ്ക്ക് ശമനം വരുത്തേണ്ടതാണ്. വാക്കുകളിൽ നേർമയും നിറയും കുറയാം. അറിഞ്ഞോ അറിയാതെയോ കള്ളം പറഞ്ഞും പ്രവർത്തിച്ചും ശത്രുക്കളെ സൃഷ്ടിക്കുന്നതാണ്. രോഗികൾ സ്വയം ചികിത്സയ്ക്ക് ഒരു രീതിയിലും മുതിരരുത്. മീനരാശിയിൽ വരുന്ന പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഏഴര ശനി ജന്മശനിയിലേക്ക് പകരുകയാണ്. നിർബന്ധശീലവും അനാവശ്യമായ ഈഗോയും കുടുംബ ഭദ്രതയെ തളർത്തുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. പുതുതലമുറയുടെ കാര്യങ്ങൾ മുതിർന്നവർ ജാഗ്രത കാട്ടുന്നത് ഉചിതമായിരിക്കും. ഉപാസനകൾ, മിതവ്യയം, മൗനശീലം, ആരോഗ്യ ജാഗ്രത ഇവയെല്ലാം ഗുണകരമായി ഭവിക്കുന്നതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. ഉത്രട്ടാതിയിൽ ഉൾപ്പെടുന്ന മീനം രാശിയിലേക്കാണ് ശനി സംക്രമിക്കുന്നത്. അതിനാൽ ഇവർക്ക് ശനിയുടെ നടുഭാഗമായ ജന്മശനിയും കണ്ടകശനിയും ഒരുമിച്ച് വരുന്നു. ജീവിതത്തിലെ പരീക്ഷണ നിർഭരമായ കാലമാണ്. വിശ്വാസവഞ്ചനയ്ക്ക് വിധേയരാകുവാൻ ഇടയുണ്ട്. സാമ്പത്തികമായി കബളിപ്പിക്കപ്പെടുവാൻ സാധ്യതയുള്ള കാര്യമായതിനാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെയധികം കരുതലുണ്ടാക്കണം. ചെറിയ കാര്യങ്ങൾ വിഷാദത്തിലേക്ക് നയിക്കപ്പെടാം. ഉത്രട്ടാതിക്കാരുടെ വേണ്ടപ്പെട്ടവർ മാനസിക ശക്തി പകരുവാൻ തയ്യാറാകേണ്ടതാണ്. ദേഹാധ്വാനം വളരെയധികം വർദ്ധിക്കും. പ്രതിഫലം അർഹിച്ചത്ര കിട്ടുവാൻ ഇടയില്ല. ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടത്തിൽ സമാധാനക്കേടുണ്ടാകുവാൻ ഇടയുണ്ട്. അസൗകര്യമുള്ള ഷിഫ്റ്റോ ഡ്യൂട്ടിയോ ചുമതലയോ നിർവഹിക്കേണ്ടി വന്നേക്കാം. നിങ്ങൾ ബിസിനസ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ധനപരമായ കാര്യങ്ങളിൽ വളരെയധികം ജാഗ്രത കൈക്കൊള്ളണം. വാഹനയാത്രയിൽ ഏറെ കരുതൽ വേണ്ട കാലം കൂടിയാണ്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. ശനി ജന്മരാശിയിൽ പ്രവേശിച്ചതിനാൽ ഏഴര ശനിയിലെ ജന്മശനിയും ഒപ്പം കണ്ടകശനിയും ഒന്നായി ബാധിക്കുകയാണ് രേവതി നക്ഷത്രക്കാരെ. തൊഴിലിൽ ഇടയ്ക്കിടെ തടസ്സങ്ങൾ വന്നു ചേരും. അർഹമായ അവകാശം സ്വാഭാവികമായി വന്നെത്തിയേക്കില്ല. പ്രതിഷേധം വേണ്ടതായി വന്നേക്കും. സമചിത്തമായി പ്രവർത്തിക്കുവാൻ കഴിയാതെ വരുന്ന കാലമാണ്. ആലസ്യം അനുഭവപ്പെടും. വിദ്യാർത്ഥികളെയാകും കൂടുതൽ ബാധിക്കപ്പെടുക. സംഘടനകളിൽ ഒറ്റപ്പെടുവാൻ ഇടയുണ്ട്. അവഹേളനത്തിന് പാത്രമാകും. സുലഭ വസ്തുക്കൾ ദുർലഭമായി അനുഭവപ്പെടുന്നതാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മാനസികമായോ സ്ഥലപരമായോ അകലുവാൻ ഇടയുള്ള കാലമാണ്. കൃത്യമായ ആരോഗ്യ പരിശോധന അനിവാര്യമാണ്. സാമ്പത്തികമായുള്ള അച്ചടക്കമില്ലെങ്കിൽ കടക്കെണിയിൽ നിങ്ങൾ മുങ്ങും. ധ്യാനം, യോഗ, ആധ്യാത്മിക ചര്യ എന്നിവ ശനിദോഷത്തെ ചേർക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.